കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നിയുക്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പീസ് ഇല്ലാത്ത മട്ടൻ കറിയുടെ അവസ്ഥയാണ്. കാര്യം ആഭ്യന്തരമില്ലാത്ത മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നേരത്തെ ഫേസ്ബുക്കിൽ ഞാൻ അങ്ങനെ ഒരു കുറിപ്പിട്ടിരുന്നു. ആ കുറിപ്പിട്ടിരുന്നപ്പോൾ അതിൻ്റെ താഴെ ചിലർ വന്നിട്ട് പറഞ്ഞ കാര്യം, വി.എസ്. അച്യുതാനന്ദൻ 2006 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ആഭ്യന്തരമില്ലായിരുന്നല്ലോ എന്നുള്ള കാര്യം. സ്വാഭാവികം, ഇല്ലായിരുന്നു. തൊട്ടടുത്ത മന്ത്രിസഭ 2011 വരുമ്പോൾ ഉമ്മൻചാണ്ടി തുടക്കത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. പിന്നീട് സുകുമാരൻ നായർ ഇടപെട്ട് താക്കോൽ സ്ഥാനം വാങ്ങി ആർക്ക് കൊടുത്തു? ഏത് സ്ഥാനം? താക്കോൽ സ്ഥാനം വാങ്ങി നേരെ ചെന്നിത്തലയുടെ കയ്യിൽ കൊടുത്തൊരു ചരിത്രം നമ്മുടെ കയ്യിലുണ്ട്. അതെ, ആഭ്യന്തരമില്ലാത്ത മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പീസ് ഇല്ലാത്ത മട്ടൻ കറി പോലെയാണ്. മുഖ്യമന്ത്രി കസേര എന്നാൽ കൂടുതൽ ഗ്ലാമറസ് ആവുകയും കൂടുതൽ ഇഫക്റ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ ആഭ്യന്തരം കൈവശം വേണം. ഇല്ലെങ്കിൽ പിന്നെ എന്ത് മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു മന്ത്രിയായിട്ട് അവിടെ ഇരിക്കാം, അതായത് മന്ത്രിമാരിലെ മുഖ്യനായിട്ട് അവിടെ ഇരിക്കാം. പക്ഷേ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒന്നും കയ്യിലില്ലാത്തൊരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ വി.എസ്. അച്യുതാനന്ദനെ നിങ്ങൾ ഉദാഹരിക്കുന്നത് ശരിയാണ്. വി.എസ്. അച്യുതാനന്ദന് അന്ന് ആഭ്യന്തരം കൊടുക്കാതെ കോടിയേരി ബാലകൃഷ്ണന് പാർട്ടി ആഭ്യന്തരം കൊടുക്കാനുള്ള കാര്യം, പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കാത്തൊരു ശൈലി അന്ന് വി.എസ്. അച്യുതാനന്ദൻ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്. ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ ചിലപ്പോൾ പാർട്ടിയുമായിട്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അന്ന് ആഭ്യന്തരം കൊടുത്തില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് ഏറ്റവും സീനിയർ മോസ്റ്റ് ലീഡർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ പരിഗണിച്ചു, ആ സ്ഥാനം നൽകി. അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ അപ്പോഴും വി.എസ്. എന്ന വ്യക്തി അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറാണ്. പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് അത്രത്തോളം ശക്തിയുണ്ടായിരുന്നു എന്നുള്ളത് റിയാലിറ്റിയാണ്. പിന്നീട് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സമാനമായിട്ട് താക്കോൽ സ്ഥാനം അന്ന് സുകുമാരൻ നായർ ഇടപെട്ട് KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് 2 വർഷം പിന്നിടുമ്പോൾ ആഭ്യന്തര വകുപ്പ് വാങ്ങിക്കൊടുത്തതിന് ശേഷം മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നതിന് ശേഷം ഉമ്മൻചാണ്ടി ആ കാലഘട്ടത്തിൽ ഗ്രൂപ്പ് ലീഡർ എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിക്കകത്തൊരു സർവാധിപതിയായിരുന്നു. കാര്യം തൻ്റെ മന്ത്രിസഭയിലുള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് മേൽ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള മനുഷ്യനായിരുന്നു. അവിടെ നിന്ന് 2016 മുതൽ 25 വരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈവശം ആഭ്യന്തരമുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ആഭ്യന്തര വകുപ്പിന്റെ പേരിലാണ് പിണറായി വിജയന് പഴി കേൾക്കേണ്ടി വന്നതും ഒരു റിയാലിറ്റിയാണ്. പക്ഷേ ആഭ്യന്തരം കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിമാർ കൂടുതൽ പവർഫുള്ളായി മാറുന്നത്. ഇപ്പോൾ V.D. സതീശൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ആഭ്യന്തരം കൈവശമില്ലാതെ അത് രമേശ് ചെന്നിത്തലയ്ക്ക് തുടക്കത്തിൽ തന്നെ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, നേരത്തെ പറഞ്ഞ പോലെ പീസില്ലാത്ത മട്ടൻ കറിയെന്നോ ഉപ്പില്ലാത്ത കഞ്ഞി എന്നൊക്കെ പറയുന്ന പോലെ ആഭ്യന്തരം ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയെ പോലെ ഒരു ജൂനിയർ ലീഡറിന്